ഈ ഒരു ഐറ്റംസ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പേടിക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് മാത്രം മതി. അരി അരച്ചതുണ്ടായിരുന്നു, അതിലേക്ക് ലേശം തേങ്ങ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുക. തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചിട്ട് അതിലേക്ക് ലേശം തേങ്ങ ഇട്ടാൽ മതി. വെള്ളം ഏറിപ്പോരുത്. എന്നിട്ട് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കട്ടെ. ഞാൻ നീളത്തിൽ ഷേപ്പിലാക്കിയത് മുറിച്ചെടുക്കാനുള്ള പാകത്തിനനുസരിച്ചാണ്. എന്നിട്ട് ആ ഉരുട്ടിയതൊക്കെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. അത് അവിടുന്ന് കുക്കാവട്ടെ. ഇനി നമുക്ക് ചമ്മന്തി വേണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ലേശം തേങ്ങ ഇട്ടിട്ട് ഉള്ളിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അധികം പൊടിഞ്ഞു പോകണ്ട. അടുപ്പത്ത് കുക്ക് ചെയ്യാൻ വെച്ചതൊക്കെ വെന്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല ചൂടുണ്ടാവും. ചൂടാറിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമാവുന്നത് കൊണ്ടാണ് നീളത്തിൽ മുറിച്ചിട്ടത്. പിന്നെ അടുപ്പിലോട്ട് ഒരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ആ ചമ്മന്തി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ കൊഴുക്കട്ട അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതി കേട്ടോ. ആവിച്ചെമ്പിൽ ഇതുപോലെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ വെള്ളത്തിലിട്ടുള്ള കൊഴുക്കട്ട ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ. ഈ ഒരു ഐറ്റംസ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പേടിക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് മാത്രം മതി. അരി അരച്ചതുണ്ടായിരുന്നു, അതിലേക്ക് ലേശം തേങ്ങ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുക. തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചിട്ട് അതിലേക്ക് ലേശം തേങ്ങ ഇട്ടാൽ മതി. വെള്ളം ഏറിപ്പോരുത്. എന്നിട്ട് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കട്ടെ. ഞാൻ നീളത്തിൽ ഷേപ്പിലാക്കിയത് മുറിച്ചെടുക്കാനുള്ള പാകത്തിനനുസരിച്ചാണ്. എന്നിട്ട് ആ ഉരുട്ടിയതൊക്കെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. അത് അവിടുന്ന് കുക്കാവട്ടെ. ഇനി നമുക്ക് ചമ്മന്തി വേണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ലേശം തേങ്ങ ഇട്ടിട്ട് ഉള്ളിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അധികം പൊടിഞ്ഞു പോകണ്ട. അടുപ്പത്ത് കുക്ക് ചെയ്യാൻ വെച്ചതൊക്കെ വെന്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല ചൂടുണ്ടാവും. ചൂടാറിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമാവുന്നത് കൊണ്ടാണ് നീളത്തിൽ മുറിച്ചിട്ടത്. പിന്നെ അടുപ്പിലോട്ട് ഒരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ആ ചമ്മന്തി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ കൊഴുക്കട്ട അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതി കേട്ടോ. ആവിച്ചെമ്പിൽ ഇതുപോലെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ വെള്ളത്തിലിട്ടുള്ള കൊഴുക്കട്ട ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ.